രാമനാട്ടുകരയിൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. അതിഥി തൊഴിലാളി പിടിയിലായി. ഭിത്തി തുരന്ന് കവർച്ച നടത്താൻ ശ്രമിച്ച മധ്യപ്രദേശ് സ്വദേശിയാണ് പിടിയിലായത്. ഫറോക്ക് പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങളും 24 ലഭിച്ചു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സമീർ, അവിടുത്തെ ഒരു അലാറമാണ് പണി പറ്റിച്ചതെന്ന് തോന്നുന്നു. പാവം അതറിഞ്ഞില്ലെന്ന് തോന്നുന്നു ആ കള്ളനല്ലേ? ഗോകുൽ, ആ അലാറം കൊടുത്ത പണിയിലാണ് ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:20 കൂടിയാണ് രാമനാട്ടുകരയുള്ള ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോപ്പിലെത്തിക്കൊണ്ട് ജ്വല്ലറിയിലെത്തിക്കൊണ്ട് ഈ പ്രതി മോഷ്ടിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് അവിടെ ഏറെ നേരത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ പിക്കാസ് ഉപയോഗിച്ച് ആ ചുമര് തുരന്നു അകത്ത് കയറി. 3 മണിയോട് കൂടിയാണ് അകത്ത് കയറിയത്. പിന്നീട് മോഷ്ടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് അലാറം ശബ്ദിച്ചത്. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ജീവനക്കാരൻ അത് അറിയുകയും അപായം മണത്ത ആ വ്യക്തി വളരെ വേഗത്തിൽ മറ്റ് ജീവനക്കാരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ 3 പേരും ഈ വ്യക്തിക്കായിട്ടുള്ള പരിശോധനയിലായിരുന്നു. അതിനിടയിലാണ് ഈ പെട്ടുപോകും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ ഈ പ്രതി ആ തുറന്ന തുളയിലൂടെ തന്നെ, ആ മാളത്തിലൂടെ തന്നെ പുറത്തേക്ക് ചാടുകയും അങ്ങനെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. രാത്രിയായിരുന്നതിനാൽ സുരക്ഷാ ജീവനക്കാർക്ക് പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഫറോക്ക് പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകി. ആ പരാതിക്കൊടുവിലാണ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയും ഇന്ന് സന്ധ്യയോടുകൂടെ പ്രതിയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. NC പട്ടേൽ എന്നാണ് പ്രതിയുടെ പേര്. മധ്യപ്രദേശ് സ്വദേശിയാണ്. 2 വർഷത്തോളമായി ഈ വ്യക്തി കോഴിക്കോടുണ്ട്. JCB ഓപ്പറേറ്റർ ആയിക്കൊണ്ടാണ് ഈ വ്യക്തി ജോലി ചെയ്തു വരുന്നത്. ഈ സമാനമായ രീതിയിൽ ചെറുവണ്ണൂരിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ മറ്റൊരിടത്തും ഇത്തരത്തിലുള്ള മോഷണം ഉണ്ടായിരുന്നു. ചുമര് തുറന്നുകൊണ്ടാണ് മോഷണം നടത്തിയിട്ടുള്ളത്. അത്തരം സംഭവങ്ങളിൽ ഈ പ്രതി തന്നെയാണോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. എന്തായാലും ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ മോഷണ ശ്രമം ഉണ്ടായത്. സന്ധ്യയോടുകൂടെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് അഭിമാന നേട്ടം തന്നെയാണ്. ഗോകുൽ. ശരി സമീർ, ഏതായാലും പട്ടേലിന് മനസ്സിലായി അവിടെ അലാറം മാത്രമല്ല ക്യാമറയും ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്.